നമസ്കാരം. സംഘപരിവാറിന്റെ ആദർശങ്ങളും വീക്ഷണങ്ങളും ഉയർത്തിക്കാട്ടുന്ന ചാനലാണ് സുദർശൻ. സംഘപരിവാറിന് ചാനലിൽ നേരിട്ട് പങ്കാളിത്തം ഇല്ലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പേരു നൽകിയത് RSSന്റെ മുൻ സർസംഘചാലക് സുദർശന്റെ പേരും. പൂനെയിലെ RSS പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ സുരേഷ് ചവാങ്കയാണ് ചാനലിനു വേണ്ട പണം മുടക്കുന്നത്. മറ്റു TV ചാനലുകൾ യുവാക്കളെ ആടുകളാക്കുമ്പോൾ യുവാക്കളെ ഗർജിക്കുന്ന സിംഹങ്ങളാക്കി മാറ്റുകയാണ് സുദർശൻ TVയുടെ ലക്ഷ്യം എന്ന് സുരേഷ് ചവാങ്ക വിശദീകരിച്ചു തുടങ്ങിയ ചാനൽ. അതുകൊണ്ടാണ് BJP പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ ചതിയിൽ സംഘപരിവാർ അനുഭാവികൾ നിരാശരാകുന്നത്. സംഘപരിവാർ ചാനലിനെതിരെ കേസ് വാദിക്കാൻ BJPയുടെ പ്രസിഡന്റിന് എങ്ങനെ ധൈര്യം വന്നുവെന്ന് ചോദിക്കുകയാണ് പരിവാറുകാർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിക്കെതിരെ വ്യാജ വാർത്ത നൽകിയ കേസിൽ സുദർശൻ ടെലിവിഷനെതിരെ ₹1 കോടി പിഴ ചുമത്തിയ കോഴിക്കോട് സബ് കോടതിയുടെ നടപടിയാണ് ചർച്ചകൾക്ക് ആധാരം. സുദർശൻ TVക്കും എഡിറ്റർ സുരേഷ് ചഹാങ്കയ്ക്കുമെതിരെ മലബാർ ഗോൾഡ് ഡയറക്ടർ MP അഹമ്മദ് നൽകിയ മാനനഷ്ട കേസിലായിരുന്നു കോടതി ഉത്തരവ്. ബിസിനസ് എതിരാളികൾക്കു വേണ്ടി ദുരുദ്ദേശത്തോടുകൂടിയും മലബാർ ഗോൾഡിന്റെ ദേശസ്നേഹത്തെ ഇകഴ്ത്തുന്ന രീതിയിലുമാണ് ചാനൽ ഈ വാർത്ത പുറത്തുവിട്ടതെന്നാണ് മലബാർ ഗോൾഡിന്റെ വാദം. ഇത് കോടതി അംഗീകരിച്ചു. കേസ് മലബാർ ഗോൾഡ് വിജയിക്കുകയും ചെയ്തു. ഈ വാർത്തയ്ക്കൊപ്പമാണ് PS ശ്രീധരൻപിള്ളയാണ് മലബാർ ഗോൾഡിനു വേണ്ടി കേസ് വാദിച്ചതെന്ന് വ്യക്തമാകുന്നത്. രാഷ്ട്രീയവും പ്രൊഫഷനും രണ്ടായി കാണുന്ന അഭിഭാഷകനാണ് ശ്രീധരൻപിള്ള. ഹൈക്കോടതിയിലെയും കോഴിക്കോട് ബാറിലെയും പ്രധാന അഭിഭാഷകൻ. വിലപിടിപ്പുള്ള അഡ്വക്കേറ്റിന് നിരവധി കേസുകളുമുണ്ട്. രാഷ്ട്രീയം നോക്കാതെ കേസുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യും. മലബാർ ഗോൾഡിന് വേണ്ടി അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് K റീത്ത, അഡ്വക്കേറ്റ് അരുൺ കൃഷ്ണദാൻ എന്നിവരാണ് ഹാജരായത്. ഇതിൽ K റീത്ത ശ്രീധരൻപിള്ളയുടെ ഭാര്യയുമാണ്. അതുകൊണ്ടാണ് സംഘപരിവാർ ചാനലിനെതിരായ കോടതി വിധി ഇത്രയേറെ ചർച്ചയാകുന്നത്. BJPയുടെ സമുന്നത നേതാവ് ഇത്തരത്തിലൊരു കേസിൽ മലബാർ ഗോൾഡിനു വേണ്ടി ഹാജരായത് പ്രത്യയശാസ്ത്രപരമായി ശരിയല്ല എന്നാണ് സംഘപരിവാറുകാരുടെ നിലപാട്. കോഴിക്കോട് 2ാം അഡീഷണൽ സബ് കോടതിയാണ് ചാനലിന് നഷ്ടപരിഹാരം വിധിച്ചത്. ചൊവ്വാഴ്ച നടന്ന വാദം കേൾക്കലിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാനലും എഡിറ്റർ സൂരജും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി ₹1 കോടി നഷ്ടപരിഹാരം നൽകാനും കോടതി ചെലവുകൾ കെട്ടിവെക്കാനും ഉത്തരവിടുകയായിരുന്നു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമ്പത്തിക സേവന കമ്പനി നടത്തിയ പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനാഘോഷം മലബാർ ഗോൾഡ് ചെന്നൈയിൽ നടത്തിയതാണെന്ന രീതിയിലാണ് ചാനൽ വാർത്ത നൽകിയത്. ഇതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. 2016 ഓഗസ്റ്റ് 20-നാണ് ചാനൽ മലബാർ ഗോൾഡിനെ കുറിച്ച് മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി വ്യാജ വാർത്ത പുറത്തുവിട്ടത്. കോടതി ചിലവുകളടക്കമുള്ള തുകയാണ് ചാനൽ മലബാർ ഗോൾഡിന് നൽകേണ്ടത് എന്നാണ് വിധിയിൽ പറയുന്നത്. ദേശീയ തലത്തിൽ സംഘപരിവാറിന് വേണ്ടിയാണ് സുദർശൻ TV നിലകൊള്ളുന്നത്. മുസ്ലിങ്ങളുടെ ആഘോഷമായ തബ്ലീഗി ഇസ്തേമയുമായി ബുലന്ദ് കലാപത്തിന് ബന്ധമുണ്ടെന്ന് സുദർശൻ ന്യൂസ് ചാനൽ വാർത്ത നൽകിയത് നേരത്തെ വിവാദമായിരുന്നു. ആഘോഷത്തിന്റെ അവസാന ദിവസമാണ് ഗോവധം ആരോപിച്ച് ബജ്രംഗ് ദൾ അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകൾ വ്യാപക അക്രമം അഴിച്ചുവിട്ടത്. പോലീസുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വ്യാജ വാർത്ത. ഇസ്തേമ ആഘോഷം നടന്ന ദരിയാപൂരിനും പോലീസ് ഇൻസ്പെക്ടർ സുബോധ് കുമാർ സിംഗ് കൊല്ലപ്പെട്ട ചിങ്റാവതി ഗ്രാമത്തിനുമിടയിൽ ഏതാണ്ട് 49 കിലോമീറ്റർ ദൂരമാണുള്ളത്. വ്യാജ വാർത്തകളിലൂടെ കലാപത്തിനു പ്രേരണ നൽകുന്നുവെന്ന ആരോപണം സുദർശൻ ന്യൂസിനെതിരെ നേരത്തെയും ഉണ്ടായിരുന്നു.